ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശുമ്പരാനല്ലേ അത് വാഗ്ദാനം നൽകിയിട്ടുള്ളൂ, സമാധാനവും സന്തോഷമൊക്കെ. ബാക്കി ഏതെങ്കിലും ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ടോ? കാശ് കൊടുത്താൽ കിട്ടാത്തത് എല്ലാം പറഞ്ഞിരിക്കുന്നത് യേശപ്പനാണ്. കാശ് കൊടുത്താൽ നമുക്ക് ദൈവത്തെ ഇട്ട് പോകാനുള്ള വഴി പറഞ്ഞ് ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനാണ് വഴിയും സത്യവും ജീവനെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ധൈര്യസമേതം പറഞ്ഞത് 33 വയസ്സുകാരനായ, ലോകപ്രകാരം നോക്കുമ്പോൾ കൂലിപ്പണിക്കാരനായ ഒരു ആശാരിയായിരുന്നു. ഓർത്തുവെക്കുക. അപ്പോൾ ആ വഴി നമുക്ക് പറഞ്ഞു തന്നു. ആ വചനം, ദൈവം പറഞ്ഞ കൽപ്പനകൾ പ്രമാണിക്കാനും നമുക്ക് സാധിക്കാൻ പരിശുദ്ധാത്മാവിനെ തരും. ദൈവത്തിന് കർത്താവായിട്ട് യേശുവിനെ സ്വീകരിച്ചാൽ മതി. അപ്പം ആ കർത്തൃത്വം നടത്താൻ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മളെ ആ സകല വഴിയിലും നടത്തി നിത്യജീവൻ്റെ ഉടമയാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സമാധാനവും സന്തോഷവും സ്വസ്ഥയും വാഴും. അപ്പോൾ ഒരു വചനം വായിച്ചു തുടങ്ങാം കേട്ടോ. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് യെശയ്യാ 32:15 പറയുവാണ്. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. നമ്മുടെ ജീവിതത്തിലെ വരണ്ടുണങ്ങി ഇനി ഒരിക്കലും രക്ഷയില്ല, എല്ലാം പോയെന്ന് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും. അപ്പോൾ മരുഭൂമി ആയെടുത്ത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ന്യായം യേശുമ്പരാൻ വസിക്കും. ഉദ്യാനത്തിൽ നീതി മാർഗം, നീതി സൂര്യനൊക്കെ യേശുമ്പരാനാണ്. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയത്വമായിരിക്കും. ഇപ്പം യേശു വസിക്കുമ്പോൾ നമ്മൾ എന്തോരം വരും? സ്വസ്ഥത വരും, നിർഭയത്വം വരും. കാരണം പരിശുദ്ധാത്മാവിൽ കൂടിയാണ് പിതാവ് പുത്രനും നമ്മളോടുകൂടി വസിക്കണേ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സുബോധത്തിൻ്റെ ആത്മാവാണ്. ആ ആത്മാവ് നമ്മളീ പണിത് ക്രിസ്തു യേശുവിൻ്റെ സ്വഭാവമാക്കുമോ നമ്മളെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലോകത്തിലൊരു അനുഗ്രഹമാകണത്, നിത്യജീവൻ്റെ ഉടമയാകണേ. അപ്പം നമുക്ക് കീഴ്പ്പെട്ടിരിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേക്ക് നോക്കിയാലോ. എല്ലാം തന്നെ കരാട്ടിനാട്ടോ. ഇപ്പം കംപ്ലീറ്റ് ആൾക്കാർ കരാട്ടിനാണ്. ഹെയർ ലാസിങ്ങിൻ്റെ ഒക്കെ ക്രീം മേടിച്ച് വെക്കണം. അല്ലാണ്ട് എല്ലാവരും തന്നെ മിക്കവരും തന്നെ കളർ ചെയ്ത് ഡൈ ചെയ്യണവരൊക്കെ. അപ്പോൾ അവർക്ക് കെമിക്കലിൻ്റെ, ഇപ്പം ഞാനൊക്കെ കളർ ചെയ്യണ കാരണം കെമിക്കലാണ്. കെമിക്കലിന് പുറകെ പിന്നെയും കെമിക്കൽ നമുക്ക് വലിയ പ്രശ്നം. അപ്പോൾ നമുക്ക് ഡ്രൈനെസ്സിനൊരു സോഫ്റ്റ് കഴിഞ്ഞ ഒരു കൊച്ചിൻ്റെ ഇടുന്നുണ്ട്, കുഞ്ഞു കൊച്ച്. എൻ്റെ മുടിയൊന്നും ചീകാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ D3 ഫോളോ അപ്പ് ചെയ്യണേ. വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ കേട്ടോ നമുക്ക് ഡ്രൈനെസ് വരണേ. ആരോഗ്യം എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളതൊക്കെ കെയർലെസ് ആകും. നമ്മുടെ ഉള്ളിലത്തെ അവയവങ്ങൾക്കൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടാകാണ്ടിരിക്കണ്ടേ. പിന്നെ ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്യാൻ വന്നാൽ മതി. എന്നാലും ഇത് നീണ്ടു നിൽക്കുകയുള്ളൂ, ഗുണം കിട്ടുകയുള്ളൂ. അപ്പം അതൊന്നും പറ്റില്ലെങ്കിൽ ഇത് ചെയ്യാൻ എൻ്റെ അടുത്ത് വരണ്ട. റിസൾട്ട് നീണ്ടു കിട്ടണ്ടേ, മുടി ഉണ്ടാകണ്ടേ, ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. പിന്നെ ഹെയർ ലാസിങ് ആണെങ്കിൽ അത് നമുക്ക് ചെയ്യണ്ട കേട്ടോ. സ്മൂത്തനിങ്, ഹെയർ ലാസിങ്, പെർമനൻറ്റ്, ബ്ലോ ഡ്രൈ എല്ലാം ചെയ്യുന്നുണ്ട്. കരാട്ടിൻ നമ്മൾ ചെയ്യണത് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ, ഏറ്റവും അപ്ഡേഷൻ പ്രൊഡക്റ്റ് ആട്ടോ. ഏറ്റവും സൂപ്പറാണ്. അതൊരു എത്ര നാളത്തേക്ക് വാഷ് ഔട്ടാണ് 40, പക്ഷേങ്കിൽ 8 മാസമൊക്കെ എനിക്ക് അതുപോലെ ഗ്ലാമറിലിരുന്നു. 1 വർഷം കഴിഞ്ഞ് ഞാൻ ചെയ്തേ. പക്ഷേ 8 മാസം കഴിയുമ്പോൾ മുതലൊന്ന് ഒരു ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്ത് മൾട്ടി വിറ്റാമിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന നമുക്കൊരു 10 മാസം വരെ പിടിച്ചിരിക്കാൻ പറ്റും. കാരണം ഈ കൂറുകാർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എനിക്കറിയാം വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് അവരുടെയൊക്കെ മുടിയിരിക്കണേ. പിന്നെ ഫുഡാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മുടെ ഹെൽത്താണ് മുടിയിൽ കൂടി സ്കിന്നിലും ഒക്കെ പ്രദർശനം. മുട്ട, ഇലക്കറി, ഫ്രൂട്ട്സ് എല്ലാം ഓർഗാനിക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ മാക്സിമം തിന്നുക. ആരോഗ്യം, ഇടയ്ക്ക് മൾട്ടി വിറ്റാമിൻ കഴിക്കുക. ഈ പറച്ചിലുള്ളൂ, ഞാൻ വിറ്റാമിൻ ഗുളിക കൊണ്ടുവച്ചിട്ട് മറന്നു പോകും. അതൊക്കെ ഒന്ന് കാണുന്നിടത്ത് വെച്ചൊന്ന് കഴിക്കണം. നമ്മളത് മറക്കരുത്. പിന്നെ അപ്പോൾ ഒത്തിരി മുടിയുടെ ഹെയറിൻ്റെ ഇട്ടേക്കാം. അപ്പം നിങ്ങൾ പെട്ടെന്ന് വരിക. 4 മണിക്കൂർ വേണം. 1 മണിക്കെങ്കിലും കടയിൽ എത്തണം കേട്ടോ. രാവിലെ 10 മണിക്ക് വന്നാൽ 1 മണിക്ക് തീരും, പെട്ടെന്ന് തീരും. പിന്നെ 25% ഓഫറുണ്ട് ഫേഷ്യൽ, ബാക്കി എല്ലാത്തിനും. മുടിക്ക് മാത്രം 15% ഉണ്ട്. 15, ഞാൻ 50 എന്ന് പറഞ്ഞപ്പോൾ 50 എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും 50 ഓർത്തെ. 15 ആട്ടോ. കാരണം ഇതിൻ്റെ പ്രൊഡക്റ്റിന് ഭയങ്കര വിലയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകാൻ പറ്റുമല്ലോ, പണിക്കാർക്ക് പൈസ കൊടുക്കണ്ടേ.
അപ്പോൾ വേറെ എന്നാ പിന്നെ വേറെ എന്നാ അപ്പോൾ പെഡിക്യൂറ് ഫേഷ്യല് ഇതെല്ലാം ചെയ്യാൻ വരിക. ഇടയ്ക്കൊന്ന് ഫേഷ്യൽ ചെയ്തില്ലേ എൻ്റെ കാര്യം തന്നെ പെട്ടെന്ന് തന്നെ പറ്റിയ മുഖമൊക്കെ ഇരുണ്ട് പോയല്ലോ, അപ്പം തന്നെയാണ് ഓടും ഫേഷ്യൽ ചെയ്യാൻ. നമ്മളോട് ആരെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മൾ അവർ കുറ്റം പറഞ്ഞാണ്, അവർ എന്നോട് തടി വെച്ചല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഹെർബാ ലൈഫൊക്കെ രാവിലെ വൈകുന്നേരമൊക്കെ എടുക്കുക. കാരണം അവർക്ക് എന്നെ പറ്റി എൻ്റെ ബോഡി ഷേവിങ് എൻ്റെ ശരീരം വണ്ണം വെച്ചെന്ന് പറയുമ്പോൾ നമ്മളിത് കുറയ്ക്കാൻ നോക്കണം. ഞാനെല്ലാം ഗുഡായിട്ട് എടുക്കാറുള്ളൂ. അവർക്ക് അസൂയാണ്, എന്നോട് എന്തിനാ അസൂയ? നമ്മൾ ഒത്തിരി കാലം കൂടി ആൾക്കാർ കാണുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്കത് ഭയങ്കര പ്രോബ്ലം ആകും. അങ്ങനെയൊക്കെ നിങ്ങൾ കരുതല്. എല്ലാം നമ്മുടെ നന്മയ്ക്കാണ് പറയണത് നിങ്ങൾ ചിന്തിച്ചാൽ നമുക്ക് ആരോടും ദേഷ്യവും വിദ്വേഷവും തോന്നൂല. അല്ലാത്തത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ഉൾക്കൊണ്ടാച്ചാൽ മതി, ഇല്ലാത്ത അഴുക്കിനെ പറ്റി ചിന്തിക്കേണ്ട. അപ്പോൾ യേശുബ്രാനെ സ്തോത്രം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ ഇതേ അടുത്ത വീഡിയോസ് എല്ലാം കാണട്ടോ. പിന്നെ രേവതി, അയ്യോ മറന്നുപോയി, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാരണം ഒത്തിരി ഇഷ്ടമാണ്. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളുണ്ട്, അതുകൂടാണ്ട് വെഡ്ഡിങ് കളക്ഷനിലുണ്ട്. നിങ്ങൾ എല്ലാം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സമ്മാനം അവർക്കൊക്കെ ഉണ്ട്, ഡയമണ്ട് റിങ്ങൊക്കെ ഉണ്ട്, ഇവിടെയുണ്ട് ഗിഫ്റ്റ് വൗച്ചറുണ്ട് 1000 രൂപയുടെ. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് എടുക്കണത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തേരെ. രേവതി ബ്യൂട്ടി പാർലറും ചെയ്തേരെ കേട്ടോ. അതിന് നമ്മൾ മോയ്സ്ചർ ക്ലിക്കിൻ്റെ ഒരു ഷാമ്പു ആട്ടോ കൊടുക്കണത്. അപ്പോൾ നമ്മൾ അതും ഇത് ചെയ്യുന്നവർക്ക് കമൻ്റ് ഇടുക, ലൈക്ക് ഇടുക. രേവതി ബ്യൂട്ടി പാർലറിൻ്റെ ഷോസ്കോഫിൻ്റെ ഒരു മോയ്സ്ചർ ക്ലിക്കിൻ്റെ ഷാമ്പു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ അല്ല ഇനി അടുത്ത ദിവസം മുതലുള്ള വീഡിയോ ഒക്കെ ഷെയർ ചെയ്തോ. അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുബ്രാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ വീഡിയോസ് കാണാം. ഹലോ, ഈ മുടിയുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാൽ ഇത് കുഞ്ഞു മോളാട്ടോ. ഇത് ഭയങ്കര ഡ്രൈ ആണ് ഈ മുടി. ഇത് നമ്മൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ ചെയ്യണേ. ഇപ്പോൾ ന്യൂജെന്നിനും കൊച്ചുപിള്ളേർക്കും എല്ലാം കരാട്ടിൻ മതി. അപ്പോൾ കരാട്ടിന് മസ്റ്റായിട്ടും ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം കേട്ടോ. ആഫ്റ്റർ കെയർ സെയിം യൂസ് ചെയ്തില്ലെങ്കിൽ റിസൾട്ട് എല്ലാം വളരെ മോശമായി പോകും. അപ്പോൾ നമുക്കിത് ഭയങ്കര നീളം കുറച്ചിട്ടാണ് ചെയ്യാൻ പോണേ. പക്ഷേ ഭയങ്കര ഡ്രൈ ആണ്. ഇതിൻ്റെ നല്ലൊരു മനോഹരമായ റിസൾട്ട് കാണാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ആരോഗ്യം നോക്കുക. ഭയങ്കര ഡ്രൈ ആകുക മുടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽത്തിന് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. നിങ്ങൾ ABC ജ്യൂസ് കുടിക്കുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക. ABC ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് കേട്ടോ, മറക്കരുതേ. അത് ഒത്തിരി നമുക്ക് എല്ലാവർക്കും നല്ല ഹീമോഗ്ലോബിനൊക്കെ ഒത്തിരി കൂടിക്കോളും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യട്ടോ. ഇത് കണ്ടോ, നീളം നന്നായിട്ട് മാക്സിമം കുറയ്ക്കാൻ പറഞ്ഞായിരുന്നു. കൊച്ചിന് ഇത് കൊണ്ടുനടക്കാൻ പാടാ, കുഞ്ഞു കൊച്ചാട്ടോ. അതാണ് കരാട്ടിൻ നമുക്ക് 10-12 വയസ്സ് മുതൽ ചെയ്യാം. അത്രയും പ്രായമുള്ളൂ ഈ മോക്ക്. അപ്പോൾ ഇത് ചെയ്ത റിസൾട്ടാട്ടോ ഈ കിടക്കണത്. അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല തിക്ക് ഹെയറാണ്. അപ്പോൾ കുറേ ഷോർട്ടാക്കിയിട്ടാണ് വെട്ടിയത്. അപ്പോൾ ഇങ്ങനെ പിള്ളേർക്കും ചെയ്യാവുന്നതാണ് കരാട്ടിൻ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഒത്തിരി പിള്ളേരുടെ ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് ചീകി വിടത്താൻ പറ്റില്ല, അത്രയ്ക്കും ഇങ്ങനെ ചെട പിടിക്കുവാണ്. അപ്പോൾ D3 ഒക്കെ നോക്കണം. മൾട്ടി വിറ്റാമിൻ ഇടയ്ക്കിടയ്ക്ക് സിങ്കോവൈറ്റൊക്കെ പിള്ളേർക്ക് കൊടുക്കണം. അതുകൂടാണ്ട് ഇലക്കറിയൊന്നും ഇപ്പോഴത്തെ പിള്ളേർ തിന്നില്ലല്ലോ, മുട്ട എണ്ണയിലും തീറ്റിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ വേഗം ചെയ്യാൻ പോരെ. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ എല്ലാവരും യേശുബ്രാൻ അനുഗ്രഹിക്കട്ടെ. ഈ മോളും കരാട്ടിൻ തന്നെയാട്ടോ ചെയ്യണേ ഹെയർ മേക്ക് ഓവർ. അപ്പോൾ ഇതിൻ്റെ മുടിയും നല്ല ഫ്രിസിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യാം. ഒന്നാതെ മുടിക്കൊന്നും ആൾക്കാർക്ക് പ്രോബ്ലം ഇല്ല, പൊട്ടലും ഡ്രൈനെസ്സും ആണ് പ്രശ്നം എല്ലാവരുടെയും. പണ്ടൊക്കെ ഒരു പ്രായം ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോഴായിരുന്നു, ഇതൊന്നും അത്ര പ്രായമായിട്ടില്ല. പക്ഷേ ഡ്രൈനെസ് കണ്ടമാനം. അപ്പോൾ കൊച്ചു മോക്കടെ പിള്ളേരുടെയും ഡ്രൈനെസ് വന്നത് കണ്ടില്ലേ നമ്മൾ വീഡിയോയിൽ. അതുപോലെ തന്നെയാണ് ചീകാനും ഇതൊക്കെ ഒരു ഭയങ്കര പാടല്ലേ. മുടി അങ്ങ് ഒഴുകി കിടക്കുകയാണെങ്കിൽ നമുക്ക് മുടിയുടെ ഹെയർ മേക്ക് ഓവർ ഭയങ്കര ഒരു വലിയ അനുഗ്രഹം കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ എന്ത് സുഖം. ഈ മോളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറേ നാളായെന്ന് മാത്രം ഒരു കുഞ്ഞ് കൊച്ചൊക്കെ ഉണ്ടായി. അത് കാരണം അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അതിമനോഹരമായ കാഴ്ചയായില്ലേ. തിക്നെസ്സുള്ള മുടിയാണ്. പക്ഷേ ഇതേ ഇപ്പോൾ കിടക്കണ കണ്ടോ, എന്ത് ഭംഗിയിലല്ലേ. അപ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ കിടക്കും. നമുക്കിത് കാണുമ്പോൾ പണ്ടൊക്കെ നമ്മൾ പരസ്യത്തിൽ മുടി കാണുമ്പോൾ നമ്മുടെ മുടി ഇങ്ങനെ കിടക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ദൈവം എല്ലാം എത്തിച്ചു തന്നേക്കുക.
പരസ്യത്തിൽ കാണുന്ന പോലെ നമ്മുടെ മുടിയാകും. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. മൾട്ടി വിറ്റാമിൻ കഴിക്കണം. ഗുളികകളൊക്കെ വിറ്റാമിൻ ഗുളികകളൊക്കെ കഴിച്ച് ആരോഗ്യം ശരിയാക്കണം. ഉള്ളിൽ നിന്ന് വരുന്ന മുടി അപ്പോൾ ഒത്തിരി ഡ്രൈ അല്ലാത്തത് വരും. ഇത് നല്ല ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ നിലനിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ ഇലക്കറിയൊക്കെ കഴിച്ചാൽ ഒത്തിരി നല്ലതാണ്. സ്കിന്നും ഒക്കെ ഹെൽത്തി ആവും. കണ്ണിന് നല്ലതാണ്. ABC ജ്യൂസിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോരെ. 4 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ. അപ്പോൾ 1 മണിക്ക് മുമ്പെങ്കിലും എത്തണേ. ശരി എന്നാൽ. ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നതാണ്. കരാട്ടിനാണ് നമ്മൾ ചെയ്യാൻ പോണത്. കരാട്ടിൻ ഞാൻ പറഞ്ഞില്ലേ, കരാട്ടിൻ നമ്മളിപ്പോൾ ചെയ്യണത് ഏറ്റവും അപ്ഡേഷൻ പുതിയ പ്രൊഡക്റ്റ്, ഏറ്റവും ന്യൂ പ്രൊഡക്റ്റ്. പണ്ട് നമ്മൾ നാനോപ്ലാസ്റ്റി ആയിരുന്നു, ഇപ്പം നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോട്ടാനിസ് ആണ്. റിസൾട്ട് കൂടുതലും നീണ്ടു നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ പിന്നെ ആ സെയിം റേറ്റൊക്കെ നാനോപ്ലാസ്റ്റി ചെയ്യണ സെയിം റേറ്റൊക്കെ മേടിക്കണമെങ്കിലും ഇതിന് റേറ്റ് കൂടുതലാണെങ്കിലും ഞങ്ങളങ്ങനെ മേടിക്കണമൊന്നുമില്ല. അതുകൂടാണ്ട് നമുക്കിപ്പോൾ ഈ മാസം അപ്പടിയും 25% ഡിസ്കൗണ്ട് ഉണ്ട്. ഹെയറിന് മാത്രം 15% ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ വരിക. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അതെപ്പോഴും ഓർക്കുക. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. കാരണം വേറെ ആഫ്റ്റർ കെയർ സൾഫേറ്റ് ഫ്രീ ഒക്കെ ഷാമ്പു വേണം. ഇത് വേറെയൊക്കെ ഇങ്ങനെ ഒത്തിരി അമോണിയ ഉള്ള ഇങ്ങനത്തെ ഷാമ്പു ഒക്കെ യൂസ് ചെയ്യുമ്പം ഇത് വാഷ്ഡ് ഔട്ട്. അപ്പോൾ ഇതിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ, മുടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പരസ്യത്തിന് വിലണ പോലെയാവും. പരസ്യത്തിൽ കാണുന്ന മുടിയുടെയൊക്കെ ഉടമസ്ഥരാകാൻ നമുക്കും പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, പരസ്യത്തിൽ കാണുന്ന പോലെ മുടിയിരിക്കണം. എന്ത് മനോഹരമാണെന്ന് നോക്കി യേശുവിൻ്റെ കൃപയാൽ. അപ്പോൾ ഇങ്ങനെ മനോഹരമായിട്ട് നമ്മുടെ മുടിയാക്കാൻ പറ്റും. ദൈവം തന്നെ എല്ലാം മനോഹരമാണേ. നമ്മൾ കൊണ്ടുകിടന്നും നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കാണ്ടിരുന്നും ഒക്കെയാണ് നമ്മുടെ മുടികൾക്കൊക്കെ ഇങ്ങനെ പ്രോബ്ലംസൊക്കെ വന്നത്. അപ്പോൾ നമ്മൾക്കിടെ കുഴപ്പമാണ് മിക്കതും. അല്ലാണ്ട് ദൈവം ഒന്നും നമ്മളെ ഉണ്ടാക്കുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ ഒന്നും മോശമാവില്ല. അപ്പോൾ എല്ലാം നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് കുടുംബത്തിൻ്റെ അസറ്റാണ്. ലോകത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ ഹെൽത്ത് നോക്കേണ്ടത്. അപ്പോൾ മുടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും കേട്ടോ. അത് ഒരു വലിയ സംഭവമാണ്. നമുക്ക് മിററിലൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു നീറ്റായിട്ടും നല്ലൊരു മോച്ചായി വരുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പം മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യൂ. ഇതെല്ലാം ഇന്ന് ഈ ആഴ്ചത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഹെയർ മേക്കോറിന് വരുന്നത് എല്ലാം തന്നെ കരാട്ടിനാട്ടോ ചെയ്യണത്. അപ്പോൾ ഈ മുടി നമ്മൾ കരാട്ടിൻ ചെയ്യാൻ പോവുക. അപ്പോൾ ഇതൊക്കെ നല്ല അതിമനോഹരമാകും. കരാട്ടിൻ ചെയ്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ പരസ്യത്തിൽ കിടക്കണ പോലെ നമ്മളും ഇതുപോലെ ഒരു ഭയങ്കര മേക്ക് ഓവർ നമ്മുടെ. പിന്നെ ചീകണ്ട, പക്ഷെ നിങ്ങളൊന്ന് ചീകണം. തലയൊട്ടിക്കൊരു ചീകൽ റൗണ്ട് ഇങ്ങനെ നല്ല ചീപ്പിൻ്റെ ഒരു ഇത് വന്നതൊക്കെ നല്ലതാണ്. തലയ്ക്ക് ഇടയ്ക്കൊരു മസാജിങ് അതൊക്കെ മുടി വളരാൻ ഒത്തിരി സഹായിക്കും. പണ്ട് പേനുള്ളപ്പോൾ ഒത്തിരി മുടി ഉണ്ടാവും എന്ന് പറയില്ല. തലയിലൊന്ന് പണിയണത് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്യണതൊക്കെ ഒത്തിരി ബെറ്ററാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യട്ടോ. നിങ്ങളെപ്പോഴും ഓർക്കണം, ഇത് ചെയ്യുന്നവരെല്ലാം ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ. അങ്ങനെയുള്ളവർ മാത്രം ഇത് ചെയ്യാൻ എൻ്റെ അടുത്തായിട്ട് വന്നാൽ മതി. അതാണ് ഏറ്റവും മസ്റ്റാണ്. നമ്മൾ ഇത് 40 മാസമുള്ളൂ എന്നാണ് കമ്പനിക്കാർ പറയണേ. പക്ഷെ 5-8 മാസം 1 വർഷത്തോളമൊക്കെ നീണ്ടു നിൽക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വേഗം വായോ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ചെയ്താൽ പരസ്യത്തിലെ പോലെ മുടിയാവുമെന്ന്. ദേ എന്ത് രസമുള്ള റിസൾട്ടാണ് നോക്കിയേ. നല്ല ഭംഗിയിൽ കിടക്കണല്ലേ. ഇത് ലെയർ വെട്ടിയിട്ടേക്കണ മുടിയാണ്. അതാണ് അടിയിൽ 2 സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കിടക്കണത്. ഇനി ഇത് നമുക്കിങ്ങനെ സുഖമായിട്ട് കൊണ്ടു കിടക്കാം. ഒന്ന് ചീക പോലും വേണ്ട. പക്ഷെ മുടി ചീകുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മളൊരു ഫങ്ഷൻ വരുമ്പോൾ ഒരു കുറച്ച് ദിവസം മുമ്പൊക്കെ ചെയ്യണമായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ. ഇച്ചിരി ഒന്ന് ഒരു മാസമോ അല്ലെങ്കിൽ ഒരു 2 മാസമൊക്കെ മുമ്പ് ചെയ്യുമ്പോൾ ഒത്തിരി ബെറ്റർ ആകുമേ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മുടിയൊക്കെ ചെയ്യാനും മൊത്തം ഇതിനൊക്കെ വരിക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യണം. ജ്യൂസുകൾ കുടിക്കണം. വിറ്റാമിൻ ഗുളിക കഴിക്കണം. ഇതൊക്കെ D3 നോക്കണം. ഹെൽത്താണ് എല്ലാ സൗന്ദര്യത്തിൻ്റെയും ലക്ഷണം. അപ്പം ശരി എന്നാൽ പെട്ടെന്ന് പോരെ.